കാശ്മീരിലെ ഒരു സാധാരണ ഗ്രാമത്തിലൂടെ നമ്മൾ പോകുന്നത്. ശ്രീനഗറിലെ ഇവിടുത്തെ വീടുകളൊക്കെ ചില വീടുകളൊക്കെ വലിയ മതിൽ കെട്ടിയിട്ടുണ്ട് പ്രൈവസിക്ക് വേണ്ടി. പക്ഷെ ഇങ്ങനെ ഷീറ്റ് കൊണ്ടുള്ള മതിലാട്ടോ, നമ്മുടെ മതില കോൺക്രീറ്റിന്റെ മതിലല്ല. ഇല്ല അതുമല്ല, നല്ല റോഡാണ്. അതായത് നമുക്ക് കംഫർട്ട് യാത്ര അല്ലേ, കുണ്ടും കുഴിയില്ല. പറയുമ്പോൾ അത് മഞ്ഞും മഴയും മറ്റേതും ഇതൊക്കെ കൊള്ളുന്ന വെയിലാണ്. നമ്മളവിടെ ജസ്റ്റ് ഒരു ഇതായി പോകുന്നത്. ഇവിടെ അഴിമതി ചൂട്. അല്ല, രാവിലത്തെ ആ കൊടും തണുപ്പ് കഴിഞ്ഞാൽ പിന്നെ കുറെ ഇങ്ങനെ ഫ്രീ ആയി വരും. ഉച്ചയാകുമ്പോൾ നമുക്ക് ഒരു ചെറിയ ചൂടും ചെറിയ തണുപ്പുള്ളൊരു കാലാവസ്ഥ മതി. ഒന്നും കിട്ടും. ഇഷ്ടിക പൊടി പിടിച്ച് ഇഷ്ടികകൾ ഇതാ ഗ്രാമീണരൊക്കെ അവിടുത്തെ പാവപ്പെട്ട അതാ ലോക്കലാണ് അവിടുത്തെ വലിയ ഇരിക്കണം. ഹോട്ടലേ മൂപ്പര് എന്താ വെച്ചാൽ ഇവിടെ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഹൈവേമെന്ന് മാറിയിട്ട് മൂപ്പരൊന്ന് ഒരു ഷോർട്ട് കട്ട് എടുത്താതാണ് എനിക്ക് തോന്നിയത്. രാവിലെ ഈ സൈന്യത്തിൻ്റെ കോൺവോയ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും വാഹനങ്ങളും മണിക്കൂറുകളും പിടിച്ചിടും. ഇതാ നമ്മളടുത്ത മാതിരി ആൾക്കാർ ഇവിടെ വന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നത്. ഇത് അമർനാഥ് യാത്രക്കാരൊക്കെ പോകുമ്പോൾ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഇതാണ് തോന്നുന്നത്. ഇവിടെ അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അവർക്ക് പലപ്പോഴും സൈന്യത്തിൻ്റെ ഒരു ഇതിലൊക്കെയാണ് അവർ പോകല്. വലിയൊരു ഇതായി കണ്ട് ഇതൊക്കെ സൈന്യത്തിൻ്റെ എന്തൊക്കെ പോസ്റ്റുകളാണ്. ഇതെന്താ ഡിസ്ട്രിക്ട് അനന്തനാഗിലെ അനന്തനാഗിൽ എത്തിക്കില്ല. അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗുജാറുകളുടെ ഒരു സ്കൂളാണിത്. ഗുജാർ സ്കൂൾ എന്നാണ് പേര്. സ്കൂളാണിത്. നല്ല അനന്തനാഗ് ഡിസ്ട്രിക്ട്. ഇത് സൗത്ത് കാശ്മീരിലുള്ള ഇതാണ് തന്നെ. നമ്മളെ ഗവർണറെ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നത് ശ്രീ മനോജ് സിംഗ്. മൂപ്പരാണ് ഇപ്പോൾ ഇവിടുത്തെ ഗവർണർ. ഇവിടെ ഒരു ആർമിൻ്റെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ഗവൺമെൻറ് ഡിഗ്രി കോളേജ്. ഇവിടെ മൊത്തം പോലീസും ഈ ഗവർണറുടെ ഫോട്ടോ എല്ലായിടത്തും ഉണ്ട്. കിടിലൻ വീടുകളാട്ടോ ഈ ഏരിയയിലൊക്കെ ഉള്ളത്. നല്ല സെറ്റപ്പ് വീടുകൾ. ഇതിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത മാതിരി വലിയ വീടുകളല്ലെങ്കിലും പക്ഷെ ഇവിടെ നല്ല ഭയങ്കര അട്രാക്റ്റീവായ വീടുകളാണ്. മുമ്പ് ഇവിടുത്തെ ലാൻഡൊന്നും ഇന്ത്യക്കാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മറ്റു സംസ്ഥാനക്കാർക്ക്. ഇപ്പോൾ ഈ ആർട്ടിക്കിൾ 373 എടുത്തു കളഞ്ഞതിന് ശേഷം ഇവിടുത്തെ ലാൻഡുകളൊക്കെ മറ്റു ഇന്ത്യക്കാർക്കും വാങ്ങാം. പക്ഷെ അത് കുറവാണ്. വാങ്ങാൻ പറ്റില്ല. വാങ്ങാൻ പറ്റില്ല. നോട്ട് പോസിബിൾ. അല്ല, after 370 article is it possible to buy the land? It is possible can buy but no one can buy. I'm telling this. ആരും വാങ്ങണില്ല. Possible you can buy but no one can buy right now because of situation, because people thinking so much right now. Yes. But if we buy what happened in Kashmir, because here the situation different. One is buy. അതായത് ഇതുവരെ ആരും വാങ്ങിയിട്ടില്ല. കാശ്മീരിൽ ആരും കൊടുക്കണില്ല. Buy you can buy. It's up to you. അതിൽ കൊടുക്കണ്ടങ്ങനെ വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇവിടുത്തെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവരെന്നല്ലേ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പെൺകുട്ടികളെ അവർ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. മുസ്ലിം ഭൂരിപക്ഷ ഏരിയ ആണല്ലോ. അപ്പോൾ ആൾ മുസ്ലിം ആയാൽ മതി. പക്ഷെ അവർ മിക്കതും ഇവിടെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാശ്മീരിനുള്ളിൽ തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന പരിപാടി തന്നെയാണ്. പക്ഷേ പിന്നെ ഇവിടുത്തെ ആളുകളെ പക്ഷേ ഭയങ്കര എസ്പെഷ്യലി കാശ്മീരിലെ ഈ ആളുകളൊക്കെ ഭയങ്കര ഗ്ലാമറാട്ടോ. ആണായാലും പെണ്ണായാലും. ഒരു പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഒരു പത്താനി, ഒരു പഷ്തൂൺ, ഒരു ഇറാനി, ഇതൊക്കെ ആ ഒരു ഫേസാണ് ഇവർക്കുള്ളത്. നമ്മളിവിടെ ഒരു കടയിൽ വന്നു. കാശ്മീരി വില്ലേജ് ആർട്സ് പറഞ്ഞിട്ട് അവർക്ക് ഇവിടെ റെസ്റ്റോറൻറ്റുകളും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കട്ടോ. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. നല്ല രസം കേട്ടോ. ഓപ്പൺ പ്ലേസിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നല്ല കാലാവസ്ഥ അല്ലേ. പൊള്ളി കാലാവസ്ഥയിൽ ഭക്ഷണം കഴിക്കുകയാണ്. നല്ല സ്ഥലത്താണ് വരുന്നത്. ഇവിടെ നമ്മളെ തൊട്ടടുത്ത് തന്നെ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ നിന്ന് വലിയൊരു ഹില്ല് റോഡൊന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഇത് വായിക്കാം. മെനു
പൊറാട്ടക്ക് 40 ഉണ്ട്. പൊറാട്ടേനെ കുറേ ഉണ്ട്. ആലു പൊറാട്ട, ഗോബി പൊറാട്ട, മിക്സ് പൊറാട്ട, പനീർ പൊറാട്ട, ചോള പൊറാട്ട കുറേ ഉണ്ട്. ഉപ്പുമാവിന് 110 റുപ്യ കേട്ടോ. 110 റുപ്യാണ് ഉപ്പുമാവ്. പക്ക വെജ് പക്കവടയൊക്കെ 60 റുപ്യ. സമൂസൻ്റെ 2 പീസിന് 30 റുപ്യ കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ് ഉണ്ട്. പിന്നെ മസാല ടീ 20 രൂപ, കോഫി 35, പിന്നെ ബോൺവിറ്റ മിൽക്ക് 60 രൂപ. ബോൺവിറ്റയ്ക്ക് ഇവിടെ കുറച്ച് വില കൂടിയ സ്ഥലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതൊക്കെ ഉണ്ട്. മിൽക്ക് 40 റുപ്യ, കോഫി കോൾഡ് കോഫിക്ക് 110 രൂപ കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഷെയ്ക്കുകളുണ്ട്. ചൈനീസ് ഇതുണ്ട്, ആലു ടിക്ക്. ഇതിൽ നമുക്ക് കുഴപ്പമില്ലാത്ത സൂപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിലിപ്പോൾ ഏത് കഴിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ. ഭക്ഷണത്തിൻ്റെ പേരൊന്നും അറിയത്തുണ്ട്. ആ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ അതൊക്കെയാണ്. ഇത് നമ്മളെ ഇതൊക്കെ എന്താ സംഭവങ്ങൾ? നമ്മളെ ജിലേബി, അത് പറഞ്ഞത് ഇപ്പോൾ ജിലേബിയാണ്. കശ്മീരി വിഭവങ്ങൾ, ഇതൊക്കെയാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസുകൾ. സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇതിന്റെ പേരെന്താണ്? ചോല ഭട്ടൂരി. ചോല ഭട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് നമ്മളെ ഭട്ടൂരി. ആ, ഭട്ടൂരി. അപ്പോൾ ചോല ഭട്ടൂരിയാണിത്. നല്ല ഇവിടുന്ന് കാശ്മീരിൽ നിന്ന് ഒരു ഫുഡും നമ്മളെ ഇതാക്കിയിരിക്കുക. എല്ലാ ഫുഡും ഒന്നിനൊന്ന് വെച്ചാണ്. അങ്ങനെ അപ്പോൾ നോക്കട്ടെ, ഫുഡ് നോക്കട്ടെ. ഉണ്ട്. ഞാനത് ചിന്തിക്കണേ, ഈ ഹോട്ടലിലെ ഒരു തിരക്ക്, ഞങ്ങൾ ഭക്ഷണം കഴിച്ച ഹോട്ടലിൽ വന്ന വാഹനങ്ങളുടെ ഒരു നിര, ഇഷ്ടംപോലെ വാഹനങ്ങൾ വന്നു പോകൊണ്ടിരിക്കണം. ഇവർ നല്ല ഭക്ഷണമാണ്, പിന്നെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ, ഒതുങ്ങുന്ന റേറ്റിലുള്ള ഫുഡുകളാണ് ഇഷ്ടംപോലെ ഉണ്ട്. കാശ്മീരിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും സീനറിയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ ഹോട്ടലിന് മുമ്പിൽ വലിയൊരു മല, അടിപൊളിയല്ലേ? ഇവിടെ ഒരു ആർമിക്കാരൻ നിൽക്കണം ഈ മരത്തിൻ്റെ ചുവട്ടിൽ. അങ്ങനെ മൊത്തത്തിൽ പൊളിയാണ്. ഇപ്പോൾ കുറേ തണുപ്പൊക്കെ പോയി, കുറച്ച് ചൂടുണ്ട്, നല്ല കാലാവസ്ഥ, പ്ലസൻറ്റ് മോർണിംഗ് എന്നൊക്കെ പറയാം. മൊത്തം ഇവിടെ വന്ന കസ്റ്റമേഴ്സിന് കൊണ്ടുവെക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇവർക്ക് ഇത് മൊത്തം ഒരു ഇതാണ്, നല്ല ഭക്ഷണങ്ങളാണ്. മക്കളെ, കാശ്മീരിലെ ആപ്പിൾ തോട്ടങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് വീടുകളിലും ഒക്കെ ആപ്പിൾ വളർത്തുന്നത്. നമ്മളിവിടെ ഈ ചെടികൾ വളർത്തുന്ന മാതിരി. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാട്ടോ ആപ്പിൾ കാണാൻ തുടങ്ങിയത്. ഇതൊക്കെ ഒക്കെ ആപ്പിൾ തോട്ടങ്ങളാണ്. ആപ്പിൾ തോട്ടങ്ങൾക്ക് എന്ത് ബ്യൂട്ടിഫുൾ അറിയോ, തക്കാളി നിൽക്കുന്ന പോലെ. പക്ഷെ ഇവരെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആപ്പിൾ ഇവിടുന്ന് തന്നെ കഴിക്കണം. നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ അത് കേട് വരുന്ന പറഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിലെത്തുമ്പോഴേക്കും അത് കുറേ ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ നിലനിർത്തുന്നത് കേട്ടോ. അത് വേറെ കാര്യം. ഞാനിത് ക്യാമറ ഇനി എടുക്കണ്ടെന്ന് വരുന്നു, പക്ഷേ എന്നെ കൊണ്ട് എടുപ്പിക്കുകയാണ്. കാരണം അത്രയും നല്ല കാഴ്ചകളാണ്. ഇത് ഗുൽമാർഗ്. ഇതിൽ ഇനിയിപ്പോൾ 56 മിനിറ്റ് ഷൂട്ട് ചെയ്യാനുള്ള മെമ്മറി ഉള്ളൂ. പാട്ട് ഞങ്ങളിവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങി. എമ്മാരി ബ്യൂട്ടിഫുൾ ആയ സ്ഥലം എന്നറിയോ? പൊളി സ്ഥലടാ. ഹലോ.